നമ്മളെന്നും മേടിക്കുന്നത് ഗോൾഡ് ഫിഷിനെയും കാർപ്പിനെയും ഗപ്പിയെയും പ്ലാറ്റിയൊക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഓസ്കാറിൻ്റെ കുഞ്ഞിനെയാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ നോക്കുമ്പോൾ കാണാം, ഇത് ഏറ്റവും ചെറിയ പീസാണ്, ജുവനൈൽ ഓസ്കാറാണ്. ഇവന് ഒരു പീസിന് 80 രൂപയാണ് ഉള്ളത്. ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ തൽക്കാലം ഒരെണ്ണത്തെ മേടിച്ചുള്ളൂ. കാരണം ഇവൻ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കൂടെ ഒക്കെ ഇടാനാണ് ഇവൻ. ഇനിയും ഇവന്മാരെല്ലാവരും സിങ്ക് ആവുമോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി ഓസ്കാറിനോട് മേടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ തീരെ ജുവനൈലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെയും കാർപ്പിൻ്റെയും കൂടെ ഇടാൻ പറ്റും. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഇവനെ എന്തായാലും മാറ്റിയേ പറ്റത്തുള്ളൂ, അറിയാമല്ലോ. കാരണം ഇവനെ മാറ്റിയില്ലെങ്കിൽ എന്തായാലും ഇവൻ മറ്റേമാരെ പിടിച്ച് തിന്നുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇവനെ നമ്മൾ നേരെ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ ടാങ്കിലേക്ക് റിലീസാക്കാൻ കൊണ്ടുവന്നേക്കുവാണ്. ആൾ നല്ല ആക്റ്റീവാണ്, പക്ഷേ പെട്ടെന്ന് കുറച്ച് സ്ട്രെസ് ഉണ്ട്. നമ്മളെ കണ്ടതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ അതൊരു മൂലയ്ക്ക് വന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടാങ്ക്, നമ്മൾ നെറ്റ് വെച്ച് അടച്ചു വെച്ചേക്കുവാണ്. നമ്മളങ്ങനെ നെറ്റൊക്കെ മാറ്റി, എന്നിട്ട് നമ്മുടെ ഇതിൽ നമുക്ക് ഒരു 6 ഗോൾഡ് ഫിഷും ഒരു കാർപ്പും ഒരു SK ഗോൾഡുമാണ് ഇതിലുള്ളത്. നമ്മളിപ്പോൾ ഇവന്മാരുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ ഓസ്കാറിനെ ഇടാൻ പോകുന്നത്. എന്താവുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം കാർപ്പും ഗോൾഡ് ഫിഷൊക്കെ തന്നെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉള്ളവന്മാരാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, ഇവൻ അറ്റാക്ക് ചെയ്യുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും നമ്മൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ പയ്യെ വെള്ളത്തിലേക്ക് അവന്മാരെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂറോ അല്ല ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പയ്യെ റിലീസ് ചെയ്യും. ഞാൻ റിലീസ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വെച്ച്. എന്തായാലും ഓസ്കാറും ഗോൾഡ് ഫിഷും SK ഗോൾഡും പിന്നെ നമ്മുടെ കാർപ്പും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി ഓസ്കാറിനെ കൂടി മേടിച്ച് ഇതേ പോണ്ടിലിടാൻ വേണ്ടി. ഞാൻ പെല്ലറ്റ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം. ഇനി ഡക്ക് ഫീഡ് കൊടുക്കണം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഓസ്കാറിൻ്റെ സ്പെഷ്യൽ പെല്ലറ്റ് മേടിക്കേണ്ടി വരും, കാരണം നമുക്ക് ലൈഫ് ഫീഡൊന്നും മേടിക്കാൻ ടൈമില്ല. ഇതാണ് നമ്മുടെ ഗപ്പി പോണ്ട്. ഇതിൽ മീനുണ്ട്, എല്ലാമാരും താഴെ പോയി ഒളിച്ചിരിക്കുകയാണ്.